ഇനി സഹോദരന്മാരെ, എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മേലെ പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച തുണി, വളരെ വില പിടിച്ച തുണി കൊണ്ട് ആ ജാറം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മൗലവി പറഞ്ഞു ആ പത്രം ഞങ്ങൾ നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവർ ചെയ്യാറുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്. ഉസ്താദ് കേട്ടോ? എന്താണ് ആചാര്യ? ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ? എന്താണ്? കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി ഉണ്ട് മക്കയിൽ. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഈ വാർത്തയൊന്നും കേൾക്കാൻ പോലില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചെങ്ങനെ തരുമോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല. അതില് ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി. പിന്നാണ് പറയുമ്പോ നോക്കിക്കോളൂ. എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്, അത് ശരിക്ക് കേട്ടോ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുതക്കാനുള്ള പച്ചത്തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത് തൊട്ട് അതിന്റെ ബോർഡടക്കം ആ കമ്പനി അടക്കമാണ് ഞാനിപ്പോ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? എത്രയാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിച്ചത്? ഈ കുന്നത്തേരിയിൽ വന്നും തെറ്റിദ്ധരിപ്പിച്ചില്ലേ പണ്ട് ഈ വാർത്ത ഇട്ടിട്ട് ഇല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? കഅബ അതിന് കിസ്വ, ആ കസ്ബ നിർമ്മിക്കുന്നിടത്ത് തന്നെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ പ്രവാചകന്റെ ഖബർ വതക്കുന്ന പച്ച തുണിയും നിർമ്മിക്കുന്നുണ്ട് എന്നൊരു വാർത്ത ഇടക്കൂടെ കയറ്റി വിട്ടുപോയതാണ്. അവസാനം നമ്മൾ ആളെ അഡ്രസ് അടക്കം പൊക്കി. ആരാ ഇയാള്? അവസാനം ഇവര് കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല, അവർ മുറിച്ചിരുന്നു. വാർത്ത അവിടുന്ന് മുറിച്ചു. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അവസാനം നോക്കുമ്പോൾ ജലീൽ കണ്ണമംഗലം ഏഷ്യാനെറ്റ് ന്യൂസാണ്. ജലീൽ കണ്ണമംഗലത്തെ അന്വേഷിച്ച് ചെന്നപ്പോ എവിടെ ഉള്ളത്? അവിടുത്തെ ഏറ്റവും വലിയ SSFന്റെ ഓഫീസിലാണ് മൂപ്പരുള്ളത്. അവിടുത്തെ ഒരു AP സുന്നിയാണ്. മൂപ്പരെടുത്ത് വാർത്തയുടെ ഇടയിൽ കൂടി റസൂലുള്ളാഹിന്റെ ഖബർ അത് കെട്ടിപ്പൊക്കിയാണ് അവിടെ പച്ച തുണിയും വിരിക്കുന്നുണ്ടെന്ന് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാർത്തയുടെ ഇടയിൽ കയറിയിട്ട് ഔദ്യോഗികമായ ഒരു വാർത്ത മാധ്യമത്തിൽ കയറി കളിച്ചു. ഇത് കേരളം ഒട്ടാകെ ഇട്ടാടുന്നു. ഒരു മുസ്ലിയാരല്ല, ഇതിപ്പോ ഒരു മുസ്ലിയാർ പ്രസംഗിച്ച വേറൊരു മുസ്ലിയാർ, ഇതൊരു സാമ്പിൾ, ഒരു ആവർത്തനം, ഒരു ആവശ്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് വേറൊരു മുസ്ലിയാർ ഇതേ കാര്യം തന്നെ വേറൊരിടത്ത് പ്രസംഗിക്കുന്നത് കേട്ടോളൂ. അതെന്താ? നബിതങ്ങളുടെ ഖബർ പൊന്തിച്ചിട്ടില്ല എന്നാ വാദം. എടോ, നിഷേധിക്കാൻ പറ്റുമോ? എന്നൊക്കെ സൗദി ഗവൺമെന്റിൽ വലിയ സ്വാധീനമാണല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ റൂമിലെ ലൈറ്റ് ഒന്നിടിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക.
ഇപ്പോഴും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദത്തുൽ മുശറഫ ഉൾക്കൊള്ളുന്ന ആ ഖബറു ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ ബാക്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ മേൽ ബുറുദയുടെ വരി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കിയാൽ നമ്മുടെ മടവൂരിലും മറ്റും ഉള്ളതുപോലെ ഉയർത്തിക്കെട്ടിയത് ഇപ്പോഴും കാണാം. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നോക്കിയാൽ അവിടുന്ന് കാണാം. ഇനി ഞാൻ ഈ പറഞ്ഞത് എന്റെ വകയെന്ന് വേണ്ട, സൗദി ഗവൺമെന്റ് അത് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ട് എന്ന്. കഅബയുടെ ഖില്ല എല്ലാ വർഷവും മാറ്റുന്നുണ്ട്. അതോടൊപ്പം നബിതങ്ങളുടെ ഖബറിന്റെ പദപ്പും എല്ലാ വർഷവും സൗദി ഗവൺമെന്റ് മാറ്റുന്നുണ്ട്. ഇതാ ന്യൂസ് കേട്ടോളൂ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. കണ്ടോ, വാർത്തന്റെ പഴയ വാർത്ത ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതിപ്പോ വേറെടുത്ത് കൊല്ലത്ത് പ്രസംഗിച്ച ഒരു മുസ്ലിയാര് അങ്ങനെ കേരളമൊട്ടാകെ പ്രസംഗിച്ചു. അവസാനം അന്വേഷിച്ച് ആളെ പിടിച്ചു കഴിഞ്ഞപ്പോ വാർത്ത വ്യാജമാണ്. സൗദി ഗവൺമെന്റ് അടക്കം പിടിച്ചു. സൗദി ഗവൺമെന്റ് ഔദ്യോഗികമായ അറിയിപ്പനുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിം മരുന്നിട്ടത്. അവസാനം സൗദി ഗവൺമെന്റിനെ പിടിച്ചിട്ട് വെച്ച് എവിടുന്ന ഈ വാർത്ത, ഞങ്ങളറിയാത്ത വാർത്ത, അത് മസ്ന മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കീന എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അവൻ പറഞ്ഞ മക്കീനെ ഏത് കൊക്കീന മാറ്റണോ? മക്കീനല്ല, അത് പിന്നെ അത് കർട്ടൻ ഉണ്ടാക്കുന്ന കമ്പനിയാ. മക്കീനത്തു സിത്താറത്തു ദാഖിലിയ കർട്ടൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. കർട്ടൻ കമ്പനി കൊണ്ടിട്ട് കിസ്വ കമ്പനിയാന്ന് പറഞ്ഞിട്ട് കിസ്വ അല്ല, ഖബറിന്റെ മുകളിൽ പട്ടുണ്ടാക്കുന്ന പട്ടുമൂടുന്ന കമ്പനി എന്നിട്ട് ആരാണ് പരിചയപ്പെടുത്താൻ പറഞ്ഞത്? തിരുത്തി ന്യൂസ് വന്നു ഏഷ്യാനെറ്റിൽ തന്നെ. കേട്ടോളൂ. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1 ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചേഴ്സ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബിയുൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മർവ കുന്നുകൾക്കിടയിലെ സൗകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ടോ, മലപ്പുറത്തുകാരനാ ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. അത് കൃത്യമായിട്ട് ആള് പേരടക്കം പറഞ്ഞു. തിരുത്തി എന്ന് മാത്രമല്ല, ഇതിനകത്ത് രസം എന്താണെന്നറിയോ? ഇതിനകത്ത് രസമുണ്ട്. ഇവർ ഈ ലോകം മുഴുവൻ ഖബർ, റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്. അവിടെ പച്ചപ്പട്ടി വിരിക്കാറുണ്ട്, അവിടെ കൊടിനാട്ടാറുണ്ട്, അവിടെ വിളക്ക് കത്തിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാൾ നടന്ന് തെളിവ് ഇട്ട് നടന്നു. സംഗതി എന്താ പറയുക, വേറൊരു മുസ്ലിയാർ, ഇപ്പൊ നേരത്തെ 2ാമത് പ്രസംഗിച്ച് ആവർത്തിച്ചൊരു മുസ്ലിയാരുണ്ടല്ലോ, ആ മുസ്ലിയാർ തന്നെ വേറൊരു കഥ പറയാണ്. എന്താ കഥയെന്നറിയോ? കഥ അതിനും വലിയ രസമായിട്ടുണ്ട്. എന്ത്? ആ മദീനയുമായി പ്രവാചകന്റെ ഖബറുമായി ബന്ധപ്പെട്ടൊരു കഥ തന്നെയാണ്. ഇങ്ങനെ ലോകമൊട്ടാകെ ഈ വാർത്തയും കാണിച്ചു നടന്ന ആൾക്കാര്, ഈ വാർത്തയിട്ട് നടന്ന ആൾക്കാര് അവസാനം രക്ഷയില്ലെന്ന് കണ്ടപ്പോ പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോ കരയാണ്. കരച്ചില് കേട്ടോളൂ. എന്താ കരച്ചില്? മഹാനായ ഒരു സയ്യിദ് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. മദീനയിൽ ചെന്നാൽ എപ്പോഴും നബിതങ്ങളെ കാണും. നബിതങ്ങൾ സലാം മടക്കും. ഈ ഒരു 5 വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു. മദീനയിൽ നിന്ന് നബിതങ്ങൾ മടക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, തങ്ങളെ എന്നോട് പിണങ്ങിയോ? തങ്ങളെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല.
ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, തങ്ങളെ തങ്ങൾ പിണങ്ങിയോ? മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു, തങ്ങളെ പിണങ്ങല്ലേ നബിയേ, എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ. ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി, അനലർത്തയില വജിഹിംറഅത്തിൻ ഫിത്തിൽഫിസിയൂൻ. എടാ മോനെ, നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ? ഞാൻ പറഞ്ഞു, നബിയേ, ഞാൻ സിനിമ കണ്ടതല്ല നബിയേ, വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ. പിണങ്ങല്ലേ നബിയേ, ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി. നമുക്കെന്ത് അർഹതയാണ് മുഅ്മിനീങ്ങളെ? എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യ പെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ നബിതങ്ങൾ എടുക്കുമോ? ഇക്കണക്കാണെങ്കിൽ സംശയമോ? കാര്യം എന്താ? കള്ളം, പച്ച കള്ളം. എന്നിട്ട് പറയാ, കണ്ടില്ലേ ഓനെ, പെണ്ണിനെ കണ്ടില്ലേ വാർത്തയില്, അതുകൊണ്ട് നീ എന്നോട് സലാം പറയണ്ട, പോയിക്കോ, വണ്ടി വിട്ടോളാൻ പറഞ്ഞു. ഇപ്പൊ പറയാ വാർത്തയിലാണെങ്കിലും കാണണ്ട. ഇതൊക്കെ കാണിച്ചിടുന്ന ആളുകളാണ്. വലിയ സ്ക്രീനിങ് കെട്ടി വാർത്ത കാണിച്ച ആൾക്കാർ പറയാ, ടെലിവിസിയൂണിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയില്ലടോ, വാർത്ത കണ്ടതാ. പേരോട് മുസിയാരിട്ട വാർത്തയാ, അതുപോലെ നഈമിട്ട വാർത്തയാ, പത്തപ്പിരിയമിട്ട വാർത്തയാ. വേണ്ട, വിട്ടോ, ഗോബാക് പറഞ്ഞു വിട്ടു, മേലായത് ആവർത്തിക്കരുത്.